ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളെ മിഷൻ 30 ഡേയ്സത്തെ 11th ഡേ ആണ് കേട്ടോ, 11ാമത്തെ ദിവസമാണെന്ന്. ഇന്നിപ്പോൾ ഞാനുള്ളത് ഷാർജ ഫിഷ് മാർക്കറ്റിൻ്റെ ഏകദേശം തൊട്ട് മുന്നിലുള്ള റോഡിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു, അത് സംഭവിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഷാർജ ഫിഷ് മാർക്കറ്റ് ഇതിലാണുള്ളത്. അതുപോലെ തന്നെ ഷാർജ വെജിറ്റബിൾ മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് മാളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷാർജ ബസ് സ്റ്റേഷൻ ഉള്ളത്. ദുബായ്, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ, അബുദാബിക്ക് പോകാനുള്ള ബസ് കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ. ഓക്കെ, ഷാർജ ബസ് സ്റ്റേഷന്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞത് കോർണിഷിന്റെ ഏരിയ തന്നെയാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാൻ ആളുകൾ അവിടെ കളിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു 1 ദിറം ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇപ്പൊ ഗാർഡൻ ഒന്നും ഇവിടെ ഇല്ല. കുറെ ഗാർഡൻ ഉണ്ടായിരുന്നു, ഫ്ലവർ ഷോപ്പുകൾ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ ദുബായ്ക്കൊക്കെ പോകുന്ന ആളുകൾ, ബസ്സിലൊക്കെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ കാറുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് കാറൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, നേരെ ബസ്സിന്, പബ്ലിക് ട്രാൻസ്പോർട്ടിന് പോകും, ദുബായ് ബസ്സിന് പോകും. പിന്നെ നേരെ വൈകുന്നേരം വന്ന് റിട്ടേൺ. അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇവിടുത്തെ ആളുകൾക്ക്. ഷാർഖാനും കൂടുതൽ ദുബായിൽ താമസിക്കുന്ന, ദുബായിൽ വർക്ക് ചെയ്യണ കുറേ ആൾക്കാർ താമസം ഷാർജയിലാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.